ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി 2023 ഇന്ന് തന്നെ അംഗമാകൂ. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, എടവണ്ണ, തിരുവാലി. ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും. മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കുമെന്ന പ്രതീക്ഷയിൽ UDF കേന്ദ്രങ്ങൾ. രാഹുൽ ഗാന്ധി പിന്മാറിയാൽ സാധ്യതാ പട്ടികയിൽ മുൻനിരയിൽ MM ഹസനും ആര്യാടൻ ഷൗക്കത്തും. ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളത്തിലിറങ്ങിയിട്ടും വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ സ്ഥാനാർത്ഥിയാകുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. സോണിയാഗാന്ധി രാജ്യസഭാംഗമായതോടെ സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബേലിയിൽ നിന്നും രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ തവണ രാഹുൽ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ട അമേഠിയിൽ നിന്നും AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ചേക്കും. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് മറ്റു പേരുകളും പരിഗണിക്കുന്നത്. UDF കൺവീനർ MM ഹസൻ, KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് എന്നിവരുടെ പേരുകൾക്ക് മുൻഗണന നൽകുന്നത്. കൂടാതെ KPCC സെക്രട്ടറി KP നൌഷാദ് അലി, മുതിർന്ന വനിതാ നേതാവ് ഷാനിമോൾ ഉസ്മാൻ എന്നിവരുടെ പേരുകളും പരിഗണിക്കുന്നുണ്ട്. വയനാട് മണ്ഡലത്തിലെ വോട്ടർമാരാണ് ആര്യാടൻ ഷൗക്കത്തും KP നൌഷാദ് അലിയും. മലബാർ മേഖലയിലെ തലമുതിർന്ന നേതാവായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്ന പരിഗണന ആര്യാടൻ ഷൗക്കത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. വയനാട് മണ്ഡലത്തിന്റെ മുക്കും മൂലയും ആര്യാടൻ മുഹമ്മദിന് സുപരിചിതമായിരുന്നു. അതിനാൽ തന്നെ ആര്യാടൻ ഷൗക്കത്തിന്റെ സാധ്യത ഏറെയാണ്. 2016 നിലമ്പൂർ മണ്ഡലത്തിൽ പരാജയപ്പെട്ടെങ്കിലും ആര്യാടൻ ഷൗക്കത്ത് മണ്ഡലത്തിൽ സജീവമാണ്. ചാനൽ ചർച്ചകളിൽ സജീവമായ KP നൌഷാദ് അലിയും വയനാട്ടുകാർക്ക് സുപരിചിതനാണ്. സീനിയർ നേതാക്കളെ പരിഗണിച്ചാൽ MM ഹസൻ, ഷാനിമോൾ ഉസ്മാൻ എന്നിവരിൽ ഒരാളായിരിക്കും പരിഗണിക്കപ്പെടുക. പുതിയ പേരുകൾ പരിഗണിക്കുമ്പോഴും രാഹുൽ ഗാന്ധി വയനാടിനെ കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനത്തെ UDF നേതാക്കളും പ്രവർത്തകരും. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.